പ്രിയമുള്ളവരെ, ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം ആദ്യമേ തന്നെ ഒരു നന്ദിയുടെ ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൃത്യമായിട്ട് ഈ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഒരു വർഷക്കാലം കൊച്ചച്ഛനായിട്ട് സേവനമനുഷ്ഠിക്കുവാനായിട്ട് അവസരമൊരുക്കിയ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇവിടെ. എങ്കിലും ബിജനോർ പ്രൊവിൻസിലെ മെമ്പറാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. അപ്പം അതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും ദൈവം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഇടവക ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത്. സെന്റ് തോമസിൽ തന്നെ ആയതിൽ ഏറെ സന്തോഷമുണ്ട്. ഇച്ചിരി ടെൻഷനോടുകൂടിയൊക്കെ കടന്നു വന്നതെങ്കിലും ദൈവം സഹായിച്ച് ഈ ഒരു വർഷക്കാലം നന്നായിട്ട് പോകാനൊക്കെ ആയിട്ട് സാധിച്ചു. അപ്പം ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കൂടെ നിന്ന് സഹായിച്ച വികാരി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരു പാഠപുസ്തകമായിരുന്നു അദ്ദേഹം. കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ കൂടെ നിന്ന് ഒരു കൊച്ചനുജനെ പോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുവാനും വേണ്ട നിർദ്ദേശങ്ങൾ തരുവാനും കറക്ഷൻസ് തരുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചു. അദ്ദേഹം എളിമയോടുകൂടി ഓരോരുത്തരെ കാണുന്നതും സംസാരിക്കുന്നതും ദൈവജനത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നതൊക്കെ ഹൃദയത്തിൽ തൊട്ടതാണ്. അപ്പൊ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ ഒരു കൃപ നേടിയെടുക്കുവാനായിട്ട് ഞങ്ങൾക്കും പരിശീലിക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചു. അപ്പോൾ വികാരി അച്ഛനും ഈ ഒരു വർഷക്കാലം എന്നെ വഴി നടത്തിയതിന് ഓർത്ത് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ജോണച്ചനും നന്ദി പറയുകയാണ്. കാരണം ഒരു കൂട്ടുകാരൻ എന്ന പോലെ, ഒരു സഹോദരൻ എന്ന പോലെ കൂടെ നിന്ന് കരുത്ത് നൽകിയായിരുന്നു. എൻ്റെ താഴ്ചകളിലും അല്ലെങ്കിൽ വേദനകളിലൊക്കെ വിഷമങ്ങളിലൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് എപ്പോഴും ഒരു സപ്പോർട്ടായിരുന്നു. അപ്പൊ അച്ഛൻ്റെ സൗഹൃദത്തിനും കരുതലിനൊക്കെ ഒത്തിരി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ട്രസ്റ്റിമാർക്ക് നന്ദി പറയുകയാണ്. ചീഫ് ട്രസ്റ്റിയും ബാക്കി ട്രസ്റ്റിമാർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. നിങ്ങളുടെ നൽകിയ അനുഭവങ്ങളും നിങ്ങളുടെ സൗഹൃദങ്ങളും എന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ദൈവജനത്തിന് ഇനിയിപ്പോൾ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളാണ് ഓരോ വൈദികനെയും വളർത്തുന്നത്. നിങ്ങൾ തരുന്ന അനുഭവങ്ങളാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു വർഷക്കാലം നിങ്ങളുടെ കൂടെ നിന്ന് സഹകരിച്ചു. കൃത്യമായിട്ട് നിങ്ങളുടെ സൗഹൃദത്തിന് നിങ്ങൾ കാണിച്ച താല്പര്യത്തിനൊക്കെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഓരോ അസോസിയേഷൻ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. ഓരോ കാര്യങ്ങളിലും ഞങ്ങളെ വൈദികരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും സൗഹൃദത്തിനും കൃത്യമായിട്ട് നന്ദി പറയുകയാണ്. കൃത്യമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഒരു ആക്സിഡന്റിൽ കടന്നു പോവുകയും വിഷമസന്ധിയിൽ ഒരു 1.5-2 മാസം ആയിരുന്നപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ എപ്പോഴും ശക്തിപ്പെടുത്തിയത്. ഒരു സീരിയസ് അവസ്ഥയിൽ നിങ്ങളുടെ പ്രാർത്ഥനകളാണ് എപ്പോഴും ബലമേകിയത്, സൗഖ്യം നൽകിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പം പ്രാർത്ഥനയിൽ എന്നെ ചേർത്ത് പിടിച്ച നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. ഇനി ഞാൻ കടന്നു പോകുന്നത് ബിജനോർ എന്നുള്ള ഒരു മിഷൻ മേഖലയിലേക്കാണ്. അപ്പോൾ മിഷൻ പ്രവർത്തനം ഇച്ചിരി വിഷമം നിറഞ്ഞതൊക്കെയാണ്, നിങ്ങൾക്കറിയാം, കേട്ട് കാണും. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ നല്ല രീതിയിൽ ദൈവത്തിന് ഇണങ്ങിയൊരു വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് സെന്റ് തോമസ് ദേവാലയവും അതുപോലെ തന്നെ നിങ്ങളും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു സ്ഥാനം നിങ്ങൾക്കായിട്ട് എപ്പോഴും അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങളെയും എന്നും പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് ഈ നിമിഷം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വസിച്ച്